ഹേ ഹലോ വെൽക്കം ടു മിസ്റ്റിക് ലവ് മായ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ള റീഡിംഗ് ആണ്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ നിങ്ങൾ എവിടെ വെച്ചായിരിക്കും മീറ്റ് ചെയ്യുന്നത്, അവരുടെ എന്തെങ്കിലും ഫിസിക്കൽ ക്യാരക്ടേഴ്സ്, അതേപോലെ തന്നെ നിങ്ങളുടെ മീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസോ എങ്ങനെയായിരിക്കും എന്നുള്ളതിനോ പറ്റിയിട്ടുള്ള മെസ്സേജസ് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഇവിടെ നമുക്ക് 3 പൈൽസ് ആണുള്ളത്. പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2, പൈൽ നമ്പർ 3. ഇതിൻ്റെ അകത്ത് പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2, പൈൽ നമ്പർ 3, ഇങ്ങനെ 3 പൈൽസാണ് നിങ്ങൾക്ക് ഫ്രണ്ടിലുള്ളത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ഒരു ഡ്രീം പാർട്ട്ണർ എന്ന് ഉള്ളൊരു വ്യക്തിൻ്റെ നിങ്ങളുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് ഒരു പൈൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടാവും. മേ ബി അത് എന്തെങ്കിലും പെർട്ടിക്കുലർ ക്യാരക്ടർ ആയിരിക്കാം, ചില എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവാമായിരിക്കാം. സോ അത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഈ 3 പൈൽസിൽ ഒരു പൈൽ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. വി ഹാവ് 3 പൈൽസ്, പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2 ആൻഡ് പൈൽ നമ്പർ 3. സോ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന പാർട്ട്ണറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അവർ നിങ്ങളുടെ അടുത്തേക്ക് എന്തെങ്കിലും മെസ്സേജ് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവർ നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റിലുള്ള വ്യക്തികളാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഐ ഹോപ്പ് നിങ്ങളിപ്പോൾ ഒരു സെലക്ഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ തോന്നുന്ന മെസ്സേജസ് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരുടെയും മെസ്സേജസ് ഇതിനകത്ത് ഉണ്ടാവും. നിങ്ങൾക്ക് റെസനേറ്റ് ആണ് എന്ന് തോന്നുന്ന കണക്ഷൻസ് തോന്നുന്ന കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഈ ഒരു വീഡിയോനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ മുന്നിലോട്ടേക്കുള്ള വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. സോ ആദ്യമായിട്ട് നമുക്ക് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്ന് നോക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാർഡാണ്, ലവേഴ്സ് കാർഡാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങളുടെ ഫിസിക്കൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോംപ്ലക്ഷനിൽ ഒരു എക്സാക്റ്റ് ഓപ്പോസിറ്റ് കോംപ്ലക്ഷനിലുള്ളൊരു വ്യക്തിയോ കുറച്ച് ഡിഫറൻസസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവുക. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇല്ലാത്ത പല ടാലൻസും കാലിബറും ഒക്കെ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നിങ്ങളൊരു ലോക്ക് ആൻഡ് കീ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഫങ്ഷൻ ചെയ്യുക. അതായത് നിങ്ങൾക്കില്ലാത്ത പല കഴിവുകളും നിങ്ങളുടെ പാർട്ട്ണറിൽ ഉണ്ടാവാം. ആൻഡ് നിങ്ങൾക്കില്ലാത്ത എന്തെങ്കിലും കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം, സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ പൂർണ്ണമായിട്ടും ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരുപാട് ഡിഫറൻസസ് നിങ്ങൾ തമ്മിൽ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ ഒരു കംഫോർട്ടിങ് എനർജി ആയിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി വളരെ സേഫ് സ്പേസ് ആയിട്ട് തോന്നും. വൺസ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു സ്ട്രോങ് കണക്ഷൻ തോന്നും. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എനിക്ക് പുറത്തേക്ക് വരണ്ട, എനിക്ക് ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് തോന്നുന്ന രീതിയിലൊരു കണക്ഷൻ നിങ്ങൾക്ക് വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് എനിക്ക് കാണുന്നത്. 6 മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വ്യക്തിനെ മീറ്റ് ചെയ്യാനോ ഇവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനോ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതകൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് 9 ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ആൾക്കാരുടെ ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തി ആയിരിക്കാം. ചിലപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, ആ ഒരു ഗ്രൂപ്പിലത്തെ ഒരാൾക്കാരായിരിക്കാം. അതിൻ്റെ ഒരു ക്വൈറ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട്സിൻ്റെ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങളെ സീക്രട്ട്ലി അഡ്മയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു വ്യക്തി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒറ്റയ്ക്ക്
കുറച്ച് മാറി നിന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും അധികം പീപ്പിൾ ഇൻ്ററാക്ഷൻ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം ഒന്നുമില്ലാതെ സ്വന്തമായിട്ട് അധികം അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ഒന്നുമില്ലാതെ അധികം എനിക്ക് അറ്റൻഷൻ ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ ലവ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ എല്ലാവർക്കും ഒരു അഡ്മയറേഷൻ അല്ലെങ്കിൽ ഒരു സ്നേഹം ഒക്കെ തോന്നുന്ന രീതിയിൽ ഉള്ളൊരു വ്യക്തിയാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആൾ പോപ്പുലറാണ്, പക്ഷേങ്കിൽ അത്ര ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ഒന്നും കാണിക്കാൻ സാധ്യതയില്ല. അതായത് ഒരു ക്രൗഡിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ എല്ലാവരുടെയും അറ്റൻഷൻ എനിക്ക് വേണം എന്നൊന്നും വിചാരിച്ച് സംസാരിക്കുക പിടിക്കുക അങ്ങനെയൊന്നുമില്ല ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഐ എം സെയിങ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി. ഈ ഒരു വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു ഒരു അട്രാക്ഷനൊക്കെ ഉണ്ടാവാം, പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് കൺഫസ് ചെയ്യാത്ത വ്യക്തികളാവാനുള്ള സാധ്യതയുണ്ട്. അത് ഇവർക്ക് മെയിൻലി ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ്. കറൻ്റ്ലി എന്തൊക്കെയോ ഫിനാൻഷ്യൽ ഒരു സെറ്റിൽമെൻറ്റ് വന്നതിന് ശേഷം ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കാം എന്നുള്ളൊരു ചിന്തയിൽ ജീവിക്കുന്ന ആൾക്കാരാവാനുള്ള സാധ്യതയുണ്ട്. മെയിൽസിൽ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രോമിനൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് അവരുടെ ഹെയർ ആണ്. അവരുടെ ഹെയർ വളരെ പെക്യുലർ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസോ അല്ലെങ്കിൽ നല്ല തിക്ക് ആൻഡ് ലക്ഷ്യസ് ആയിട്ടുള്ള ഹെയറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇൻ ഫീമെയിൽസ് എനിക്ക് കാണാൻ പറ്റുന്ന ഒരു മേജർ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ സ്ലിം ആയിട്ടുള്ള ഒരു ബോഡി ആൻഡ് വളരെ ഒരു ഫ്രജൈലാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ബോഡിയിലാണ് ആൾ ഉണ്ടാവുക. പക്ഷെങ്കിൽ അതിൻ്റെ മേലെ എപ്പോഴും കോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയോ ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നുള്ളതാണ് എനിക്ക് ഈ കാർഡ്സിൽ നിന്ന് മനസ്സിലാവുന്നത്. ഐ എം സീയിങ് ടാറ്റു ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ ടാറ്റു ഓൾറെഡി ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് എനിക്ക് കാണുന്നത് ഇസ് ദ ഹൈ പ്രീസ്റ്റസ് എനർജി. ഇതിൽ നിങ്ങളുടെ പാർട്ട്ണർ വളരെ സ്പിരിച്വലി നിങ്ങളെക്കാട്ടിലും ഗ്രോ ആയിട്ടുള്ളൊരു വ്യക്തിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഐദർ മെയിൽ ഓർ ഫീമെയിൽ അവർ സ്പിരിച്വലി കുറച്ച് ഗ്രോത്ത് ഉള്ള വ്യക്തികളാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവർ ഈ അധികം സോഷ്യലൈസ് ചെയ്യാത്തതും അല്ലെങ്കിൽ അവരുടെ എനർജി അധികം എക്സ്പെൻഡിച്ചർ ചെയ്യാത്തതും മേ ബി ഈ ഒരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ കാരണം കൊണ്ടായിരിക്കാം. അവർക്ക് നല്ല ദൈവവിശ്വാസം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സ്പിരിച്വൽ വിശ്വാസങ്ങൾ അവർക്കുണ്ട്. അതേപോലെ തന്നെ എല്ലാവരെയും ക്ലിയർ ആയിട്ട് ജഡ്ജ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്നൊരു കഴിവ് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളെ ചിലപ്പം ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വാൺ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതല്ല അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ നിങ്ങളെ വാൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വ്യക്തി ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇതിലെനിക്ക് ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ഫിഗറാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അവരുടെ കഴിവിനെ പറ്റിയിട്ടും അവരുടേതായിട്ടുള്ള എല്ലാ എംബീഷനെ പറ്റിയിട്ടും സ്ട്രോങ് ആയിട്ടുള്ളൊരു അറിവ് അവർക്കുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നുള്ളതാണ്. അവർ ചെറിയ രീതിയിൽ തന്നെ ഹേർട്ട് ചെയ്താലോ അവരെ എന്താ പറയുക ടീസ് ചെയ്താലോ ഒക്കെ മീൻസ് നമ്മൾ തമാശക്ക് വേണ്ടി ചെയ്തതാണ് അല്ലെ അങ്ങനെ ചെയ്താൽ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആൾ ഭയങ്കരമായിട്ട് അവർക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർ നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ഈ കളിയാക്കിയ വ്യക്തികളുടെ അടുത്ത് നല്ല രീതിയിൽ തന്നെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അവർക്ക് അനാവശ്യമായിട്ടുള്ള ഹ്യൂമിലിയേഷൻസോ അങ്ങനത്തെ കളിത്തരങ്ങളോ ഒന്നും അത്ര ഇഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവർ കംപ്ലീറ്റ്ലി സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ബട്ട് ഈ പറയുന്ന രീതിയിൽ ഡിസ്റെസ്പെക്ട്ഫുള്ളി സംസാരിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളോ ആർക്ക് അത്ര എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നില്ല. ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ ഓൾറെഡി കടന്നു പോയിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ പാർട്ട്ണർക്ക് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് അതിനകത്ത് ചീറ്റിംഗ് സിറ്റുവേഷൻ വന്നിട്ട് അതിനകത്തുനിന്ന് ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ഓൾറെഡി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. അത് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസും ആൾക്ക് ഉണ്ടാവാം എന്നുള്ളതാണ്. ഇയാൾ പെട്ടെന്നൊന്നും ചാടിക്കയറി ഒരു റിലേഷൻഷിപ്പിലേക്ക് കമ്മിറ്റ് ചെയ്യില്ല. കുറച്ച് നന്നായിട്ട് ചിന്തിച്ച് തീരുമാനമെടുത്തിട്ടൊക്കെ ആയിരിക്കും ആളൊരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് ഐ എം സീയിങ് 6 of Wands എനർജി.
6 ഓഫ് വൺസ് എനർജിയിൽ എനിക്ക് കാണുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ 6 മാസത്തിനുള്ളിൽ കണക്ട് ആയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതൊരു മാരേജിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ചിന്ത, ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരിക്കും പിന്നീട് ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, മെയിൽ ആസ് ഐ സെഡ് അവരുടെ ഏറ്റവും അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് അവരുടെ ഹെയർ ആയിരിക്കും. പിന്നീട് എനിക്ക് കാണാൻ പറ്റുന്നത് ഒരു മീഡിയം ടു ഡാർക്ക് കോംപ്ലക്ഷൻ മെയിൽ ഫിഗർ ആണ് എനിക്ക് കാണാൻ പറ്റുന്നത്. വെൻ കംസ് ടു ഫീമെയിൽ എനിക്ക് ഓൺ തിന്നർ സൈഡാണ് എനിക്ക്, അതായത് അധികം ഹെവിയർ സൈഡിലല്ല ഫീമെയിലിന് കാണുന്നത്, ഒരു തിൻ ഫീമെയിൽ എനർജീനെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഷീ ക്യാൻ ബി ഫ്രം മീഡിയം ടു ഫെയർ കോംപ്ലക്ഷനിലാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ പെർഫോമർ ആവാനുള്ള സാധ്യതയുണ്ട്. വെൻ ഇറ്റ് കംസ് ടു ഫീമെയിൽ പെർഫോമർ ആവാനുള്ള സാധ്യതയുണ്ട്. സ്റ്റേജ് പെർഫോമൻസസോ സിംഗിങ്, ഡാൻസിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കഴിവുകളുള്ള ഒരു വ്യക്തി ആവാനുള്ള സാധ്യതയുണ്ട്. ഓൺ ദ അതർ സൈഡ് മെയിൽ ആണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചൊരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തികളാവാനുള്ള സാധ്യതയുണ്ട്. അധികം എക്സ്പോഷറോ അല്ലെങ്കിൽ അധികം അങ്ങനെ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റേജിലുള്ള കാര്യങ്ങളിലൊന്നും അത്ര ഇൻവോൾവ് ആവുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. രണ്ട് ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും ഐ എം സീയിങ് സ്പിരിച്വൽ ഗ്രോത്ത് നന്നായിട്ടുണ്ട്. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നന്നായിട്ട് ഇൻവോൾവ് ആവുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നൗ നമുക്ക് ഒരു ലവ് ഒറേക്കിൾ കാർഡ്സും കൂടെ നോക്കാം. എങ്ങനെയായിരിക്കും ഇത് പ്രോഗ്രസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ പാഷനുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കും. എ മാഗ്നറ്റീവ് ആൻഡ് സെഡേറ്റീവ് ക്വാളിറ്റി surrounds you at present, enjoy it. വളരെ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് തോന്നും. ആൻഡ് ഒരുപാട് പാഷനും ഉണ്ടാവും. അതായത് എത്രയും പെട്ടെന്ന് ഈ ഒരു വ്യക്തിയുമായിട്ട് ഫിസിക്കലി മെൻ്റലി ഒക്കെ അടുക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അതേപോലെ തന്നെ അത് നിങ്ങളുടെ പ്രസൻറ്റ്, അതായത് 6 months എന്ന് പറഞ്ഞാൽ വളരെ അടുത്തുള്ളൊരു സമയം തന്നെയാണ്. വിച്ച് മീൻസ് 2025 തന്നെ നടക്കും എന്നുള്ള രീതിയിലാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ആ ഒരു ടൈം പീരീഡിൽ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടതും നിങ്ങൾ എൻജോയ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ്, ഐ എം സീയിങ് സേക്രഡ് യൂണിയൻ. ഓണർ ആൻഡ് ട്രഷർ യുവർ റിലേഷൻഷിപ്പ് ഫോർ ഇറ്റ് ഈസ് ട്രൂലി സേക്രഡ്. ഇത് വളരെ സേക്രഡ് ആയിട്ടുള്ളൊരു യൂണിയനാണ്. അതായത് ഇത് ഗോഡ് ഗിഫ്റ്റഡ് ആയിട്ട് വരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ദൈവമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ആൻഡ് ഇതിൻ്റെ അകത്തൊരു ഡിവൈൻ പ്രസൻസും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ആസ് ഐ ഹാവ് ഓൾറെഡി സീൻ, അതായത് ഇതിൽ ഒരു ഹൈ പ്രീസ്റ്റസ് എനർജി ഉണ്ട്. അതായത് സ്പിരിച്വൽ ഗ്രോത്ത് ഉള്ള വ്യക്തികളാണ് ഈ കണക്ഷനിലേക്ക് പോകുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഇതൊരു സേക്രഡ് യൂണിയനിലേക്ക്, അതായത് ഇതൊരു സോൾമേറ്റ് കണക്ഷനിലേക്ക് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ചെയ്തു തീർക്കാനുള്ള നിങ്ങളുടെ പേർപ്പസ് അത് ഒരുമിച്ച് നിന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു കണക്ഷനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ യു ക്യാൻ എക്സ്പെക്ട് വിത്തിൻ 6 months ടൈം പീരീഡ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതേപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജും ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോകാം. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് മെസ്സേജസ് ഇസ് വെയിറ്റിംഗ് ഫോർ ദം. ഓക്കെ, ഓവർ ദ ബേസ് കാർഡ് എനിക്ക് കാണുന്നത് ഇസ് ദ ടവർ കാർഡ്. ഓക്കെ, സോ ടവർ കാർഡിൽ ഒരുപാട് ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ചൈൽഡ്ഹുഡ് ട്രോമ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ, അതേപോലെ തന്നെ അവർക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്നും എക്സിറ്റ് ചെയ്തിട്ട് ഫ്രീഡം അനുഭവിക്കണം എന്ന് തോന്നുന്ന ആൾക്കാർ. ചിലപ്പം നിങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഈക്വൽ ടു ഫ്രീഡം ആയിരിക്കാം. കാരണം അവരത്രയും ഒരു സഫോക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ആ ഒരു സഫോക്കേഷനിൽ നിന്നും എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലായിരിക്കാം നിങ്ങളെന്ന് പറയുന്നത്. അവർക്ക് ഫ്രീഡമും അവരുടെ ലൈഫ് കുറച്ചുകൂടി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടും അവർ ഇതുവരെ കാണാത്ത പല കളേഴ്സും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊരു വ്യക്തി നിങ്ങളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പാസ്റ്റുള്ള ഒരു വ്യക്തി ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളത് കാണുന്നു. ഐ എം സീയിങ് ദ സൺ കാർഡ്. ആൾക്ക് ഒരുപാട് എംബിഷൻസ് ഉണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇത് വേണം, എനിക്ക് അത് വേണം. കാരണം ഇതൊക്കെ ഇയാൾക്ക് ഒരു സ്കേർസിറ്റിയിലൂടെ വന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവരുടെ പേരൻസിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഇങ്ങനെ കണക്ക് പറയുന്ന രീതിയിലുള്ള പേരൻസ് ഉണ്ടായിട്ടുണ്ടാവാം. സോ അവർക്ക് ആഗ്രഹമെന്ന് പറയുന്നത് അങ്ങനെയൊന്നും പറയാതെ അവർക്ക്
ഒരു പ്രൊവൈഡിങ്ങിനെക്കാട്ടിലും അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അവർ സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ട്ണറെ ആയിരിക്കും അവർ നോക്കുന്നുണ്ടാവുക. ആൻഡ് ഈ ഒരു അവരുടെ എംബീഷനും അവരുടെ വിഷനും നടത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു കൂൾ പാർട്ട്ണറായിട്ടാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങളെ മീറ്റ് ചെയ്തിട്ട് അവർ ഫസ്റ്റിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ അവരുടെ ഈ പാസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചൈൽഡ്ഹുഡിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഫുൾ പിക്ചർ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു തരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇതോടെ നിങ്ങൾക്ക് മനസ്സിലാവാനും സാധ്യതയുണ്ട്, ദിസ് ഈസ് എ പേഴ്സൺ ഐ എം സപ്പോസ് ടു സപ്പോർട്ട്, ഇവരെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്, ഇതെനിക്ക് ദൈവമായിട്ട് തന്നിട്ടുള്ള ഒരു കടമയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഈ ഒരു വ്യക്തിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് എന്നുള്ളത് കാണുന്നു. ആൻഡ് ഐ എം സീയിങ് ഏസ് ഓഫ് കപ്സ്, വെരി ഗുഡ് എനർജി. അതായത് ഇതൊരു ന്യൂ സ്റ്റാർട്ടാണ് എന്നുള്ളതാണ്. ഇത് ഒരുപാട് ഫേസസിൽ നിങ്ങൾക്ക് ചിലപ്പം ഓൾറെഡി റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, അതിൽ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവാം. ആ റിലേഷൻഷിപ്പൊക്കെ മാറിയിട്ട് ആ റിലേഷൻഷിപ്പിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ ഹീൽ ചെയ്ത് പുറത്തേക്ക് വരുന്ന ഒരു സമയത്തായിരിക്കും ഈ ഒരു വ്യക്തിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങളുടെ പഴയ ആ ബുദ്ധിമുട്ടുകളും ഈ ഒരു വ്യക്തി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് നിങ്ങളെക്കാട്ടിലും വേഴ്സ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഞാൻ അനുഭവിച്ചതൊന്നും വലിയ കാര്യമല്ല അല്ലേ, ഇതൊക്കെ അതിനും ഹ്യൂജാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയും നിങ്ങൾ അതിനുശേഷം നിങ്ങളുടെ ഹീലിങ്ങും ഇതിനോട് കൂടെ സംഭവിക്കും എന്നുള്ള രീതിയിലാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. മൂൺ ഗൈഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് മനസ്സിലാവുന്നു. ഐദർ മെയിൽ ഓർ ഫീമെയിൽ, രണ്ടുപേരാണെന്നുണ്ടെങ്കിലും കാം ആയിട്ടുള്ളൊരു സ്വഭാവമായിരിക്കും. എല്ലാത്തിനെയും സ്ട്രെസ്ഫുള്ളി ഹാൻഡിൽ ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും അതിനെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മുന്നിലോട്ടേക്ക് കൊണ്ടുപോകാനും താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നു. ഐ എം സീയിങ് നൈറ്റ് ഓഫ് കപ്സ് എനർജി. ഓക്കെ, അതായത് ഇവർ നിങ്ങൾ തേടിയിട്ടാണ് വരുന്നത്. യു ഡോണ്ട് ഹാവ് ടു പെർസ്യൂ ദിസ് പേഴ്സൺ. നിങ്ങൾ ഈ ഒരു വ്യക്തിനെ കണ്ടു മീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇവരുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ അടുത്ത് പുറകെ നടക്കേണ്ടിയോ ഒന്നും ആവശ്യമില്ല. ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരും ആൻഡ് നിങ്ങൾ തമ്മിൽ ഫസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ഉണ്ടാകും, ഒരു ഗ്രേറ്റ് ഫ്രണ്ട്ഷിപ്പ്. അതായത് നിങ്ങളുടെ എല്ലാ ഡാർക്കസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കട്ട് ഡൗൺ ആയിട്ട് ഷോർട്ടായിട്ട് പുറത്തേക്ക് വന്ന് നിങ്ങൾ ഇവൻച്വലി യു ബോത്ത് വിൽ ഫോൾ ഇൻ ലവ് എന്നുള്ള രീതിയിലേക്കുള്ള സിറ്റുവേഷനിലാണ് പോകാനുള്ള സാധ്യതകൾ എനിക്ക് കാണുന്നത്. ആൻഡ് ഐ എം സീയിങ് 6 of Wands എനർജി അഗെയിൻ, വിച്ച് മീൻസ് ദിസ് വിൽ ഗോ ഇൻ ടു എ മാരേജ്. ഇതൊരു മാരേജിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പാർട്സും എല്ലാ ഭാഗങ്ങളും കണ്ടതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനം എടുക്കുന്ന ഒരു റിലേഷൻഷിപ്പ്. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് മുന്നിലോട്ടേക്ക് പോകണം എന്ന് വിചാരിച്ച് മുന്നിലോട്ടേക്ക് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഐ എം സീയിങ് 10 of Wands എനർജി. സോ 10 of Wands എനർജി എന്ന് പറയുമ്പം ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് നിങ്ങളാണ് ഇവർക്ക് ഒരു പരിധിയിലപ്പുറം എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് എടുക്കണ്ട എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, ഹോൾ ഫാമിലീൻ്റെ റെസ്പോൺസിബിലിറ്റി ചിലപ്പം തലയിലെടുത്തിട്ട് നടക്കുന്നുണ്ടാവും. ബട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതായത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമോഷൻസും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് മാത്രമാണ്. യു കാൻ ടേക്ക് ബാക്കിയുള്ളവരുടെ സ്വഭാവം അല്ലെ ബാക്കിയുള്ളവരുടെ ചിന്തകൾ അതൊന്നും നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് നിങ്ങളായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇതിലെനിക്ക് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള സോൾസിനെയാണ് കാണുന്നത്. ഓക്കെ, സോ ഐദർ മെയിൽ ഓർ ഫീമെയിൽ, വളരെ ഇന്നസെൻ്റ് ആയിരിക്കും ആള്. അതായത് ചില കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്താലേ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവുള്ളൂ. അതേപോലെ തന്നെ വളരെ ഇന്നസെൻ്റ് ആയിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും, ഒരു കുഞ്ഞു കുട്ടിയുടെ ഒരു കൗതുകത്തോടായിരിക്കും പല കാര്യങ്ങളും കാണുന്നുണ്ടാവുക എന്നുള്ളത് എനിക്ക് കാണുന്നു. ഫിസിക്കൽ അപ്പിയറൻസിൽ ഐ വുഡ് സേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു വെൽ ബിൽഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളതാണ്. ഒരു ഭയങ്കര തിന്നുമല്ല, ഭയങ്കര ഫാറ്റ് അല്ല. ആള്
അത്യാവശ്യം ഫിസിക്കൽ കാര്യങ്ങളിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. മേ ബി നല്ല രീതിയിൽ ജിമ്മും അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തി ആവാനും സാധ്യതയുണ്ട്. ഐഡിയലി ഒരു സ്പോർട്സ് റിലേറ്റഡ് കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഫൈറ്റർ എനർജിയിലുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അതായത് അനാവശ്യമായിട്ട് ഇവരെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന വ്യക്തികളാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അനാവശ്യമായിട്ട് പ്രൊവോക്ക് ചെയ്താൽ, അതർവൈസ് ഇവർ വളരെ കാമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികളാണ്. പക്ഷേ അവർക്ക് തെറ്റാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ അവർ സ്റ്റാൻഡപ്പ് ചെയ്യുന്ന വ്യക്തികളാണ്. എസ്പെഷ്യലി ഇത് വെൻ ഇറ്റ് കംസ് ടു മെയിൽസിൻ്റെ എനർജിയിലാണ് എനിക്ക് കാണുന്നത്. ഫീമെയിൽസ് വളരെ എംബീഷ്യസ് ആണ്. അവർക്ക് നല്ല രീതിയിലുള്ള കുറേ ചിന്തകളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അവിടത്തേക്ക് എത്തണം എന്നുള്ളൊരു ചിന്തയാണുള്ളത്. അതേപോലെ തന്നെ ബ്യൂട്ടി പ്രൊഡക്ട്സ്, അതേപോലെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ ഒക്കെ ഇഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോബോ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബിസിനസ്സോ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് സക്സസ് ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് ഐ എം സീയിങ് എ വീനസ് എനർജി ഓവർ ഹിയർ. നെക്സ്റ്റ് എനിക്ക് കാണുന്നത് ഇറ്റ്സ് ലൈക്ക് ഇവർ ഐഡിയലി ഇവർ ഫാമിലി വൈസ് കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാർ ആകാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ നല്ലതായിരിക്കും എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ സിസ്റ്റം അവിടെ അത് ചെയ്തുകൂടാ ഇത് ചെയ്തുകൂടാ അതൊക്കെയാണ് ചിലപ്പോൾ ഉണ്ടാവുക. ബട്ട് ഔട്ട്സൈഡിൽ ഇവർ അറിയപ്പെടുന്ന ഒരു ഫാമിലി കൈൻഡ് ഓഫ് തിങ് ആയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഐസ് ആർ ദ മോർ പ്രോമിനൻറ്റ് തിങ്. ഏറ്റവും ഭംഗിയുള്ള അല്ലെങ്കിൽ ഇവരുടെ ഏറ്റവും അട്രാക്റ്റീവ് ഫീച്ചർ ഇവരുടെ ഐസ് ആവാനുള്ള സാധ്യതയുണ്ട്, ഇവരുടെ കണ്ണുകൾ ആവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കാണുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ദെയർ ഫിസിക്കാണ്, അവരുടെ ബോഡിയുടെ സ്ട്രക്ചർ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചർ ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ബിക്കോസ് അവർ ബോഡിക്ക് വളരെ ബോഡീൻ്റെ ഷേപ്പ് ലുക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് അത് നോക്കുന്ന ആൾക്കാരാവാൻ സാധ്യതയുണ്ട്. ബ്രാൻഡഡ് പ്രോഡക്ട്സ്, ബ്രാൻഡഡ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ലൈഫിൽ ലക്ഷറി, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രോത്ത് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു നെഗറ്റീവ് വേയിലെല്ലാം സെയിം, പക്ഷേ എങ്കിൽ പോസിറ്റീവ് വേയിൽ അതൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ലെറ്റ്സ് സീ what is the angel messages and not the love oracle messages. And I'm seeing manifesting miracles. Your dream is soon to become a reality. അതായത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വ്യക്തിനെ വേണം എന്നുള്ളത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ളൊരു വ്യക്തിനെ തന്നെ നിങ്ങൾ ഇൻ ഫ്യൂച്ചർ മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്നുള്ളതാണ്. സോ നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ആളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കണം എന്നുള്ളത് മനസ്സിലൊരു ചിന്ത വെച്ച് തന്നെ മുന്നോട്ടേക്ക് പോവുക. നിങ്ങളുടെ ഹാർട്ടിൻ്റെ മേലെ ട്രസ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോവുക. ട്രസ്റ്റ് യുവർ തോട്ട്സ് ആൻഡ് വിഷൻ. ഐ എം സീയിങ് പ്ലേഫുൾനെസ്. ലാഫ്റ്റർ ഇസ് ദ ബെസ്റ്റ് തെറാപ്പി. നിങ്ങൾ ഒരുപാട് ചിരിച്ച് സന്തോഷിച്ച് പ്ലേഫുള്ളായിട്ട് മുന്നോട്ടേക്ക് പോകണം എന്നുള്ള രീതിയിലുള്ള ഒരു എനർജി ആയിരിക്കും. നിങ്ങളിപ്പോൾ കുറേ സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിങ്ങൾ വളരെ പ്ലേഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്ന ഒരു നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് കാണുന്നു. ആൻഡ് ഐ എം സീയിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ലവിന് നിങ്ങൾ ഓൾറെഡി അത് ഒരു താങ്ക് ഗീവിങ് നിങ്ങൾ യൂണിവേഴ്സിനടുത്ത് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിനെ ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ യൂണിവേഴ്സിനടുത്ത് താങ്ക്ഫുൾ ആവുമോ ആ രീതിയിൽ നിങ്ങൾ യൂണിവേഴ്സിനെ താങ്ക് ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നതും നിങ്ങളുടെ ഹാർട്ടിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതും ഇങ്ങനെ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതുമായിട്ടൊരു വ്യക്തി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റായി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. സോ all the best. I'm so happy for you guys. So thank you so much for watching this video. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജും ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തതായിട്ട് നമുക്ക് പൈൽ നമ്പർ 3 ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് നോക്കാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഐ എം സീയിങ് over the base card, I'm seeing Knight of Swords energy. നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളൊരു വ്യക്തി. അതായത് നിങ്ങളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു റിയാക്ട്.
നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും മുന്നേ ഈ ഒരു വ്യക്തി റിയാക്ട് ചെയ്യും. നിങ്ങൾ ഈ ഒരു വ്യക്തിൻ്റെ അടുത്ത് പറയാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സോ ആൻഡ് സോ വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു ശത്രുതയുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് അവരൊരു ശത്രുവായി കണ്ടു കഴിഞ്ഞു ആൻഡ് ദേ ആർ റെഡി ടു ഫൈറ്റ് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാരൊക്കെ എഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അവരുടെ ആക്ഷൻസ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. എടുത്തു ചാടിയിട്ടുള്ള ബിഹേവിയറും എടുത്തു ചാടിയിട്ടുള്ള സ്വഭാവങ്ങളും വളരെ കൂടുതലാണ് എന്നുള്ളത് കാണുന്നു. ഐ എം സീയിങ് എംപറർ കാർഡ്. ഇവിടെ ഐ എം സീയിങ് എ പ്രൊട്ടക്റ്റീവ് എനർജി. ഓക്കെ, ഒരു സേഫ് പ്രൊട്ടക്റ്റീവ് എനർജിയാണ്. ഇത് മെയിൽ ഓർ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫാദർ എനർജി ആണെന്നുള്ളതാണ്. മെയിൽ ആണെന്നുണ്ടെങ്കിലും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും ഒരു ഫാദർ എനർജിയാണ്. സോ ഇത് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ചൊരു ഈഗോ കാര്യങ്ങളുണ്ടാവും. അതായത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ഈഗോ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയോ ഈഗോ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ആക്ഷൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടായാലും കുറച്ച് ഫൈറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ആസ് എ പ്രൊട്ടക്റ്റീവ് ഫിഗർ, അതായത് നിങ്ങൾക്ക് ഒരു സേഫ് സ്പേസ് ഒരുക്കുന്ന കാര്യത്തിൽ ഇവരെ കഴിഞ്ഞിട്ടേ ബാക്കി ആരും ഉണ്ടാവുള്ളൂ. നിങ്ങളൊരു ഫാദർ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുമോ അതേപോലെയാണ് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത്. ബിക്കോസ് ഐ ഹവ് ഓൾറെഡി സീൻ ദ നൈറ്റ് ഓഫ് സോർഡ്സ് എനർജി. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഫൈറ്റ് ചെയ്യും. അതായത് നമ്മളിപ്പം കോളേജിലോ സ്കൂളിലോ ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറയില്ലേ അതാരാ അത് ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട്. അതേ ഒരു രീതിയിൽ ഐദർ മെയിൽ ഓർ ഫീമെയിൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി ഗുണ്ട എന്നുള്ള രീതിയിൽ ഇറങ്ങിപ്പോയി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അവർ ഈഗോനെ ഹേർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ആൻഡ് ഐ എം സീയിങ് ഏസ് ഓഫ് വാൻസ് എനർജി. അതായത് ജന്മസിദ്ധമായിട്ട് ഇവർക്ക് ആർട്ടിസ്റ്റിക് കഴിവുകൾ ഉണ്ടാവും. പെയിൻറ്റിങ്, എസ്പെഷ്യലി കൈ ഉപയോഗിച്ച് ചെയ്യുന്ന വാദ്യങ്ങളും അങ്ങനെയുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ, അതെല്ലാം എന്നുണ്ടെങ്കിൽ പെർഫോമിങ് ആർട്സ് എന്തും ആവാം. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും ക്രിയേറ്റീവായിട്ട് ചെയ്യേണ്ട എന്ത് ജോലികളും ഒക്കെ ഇവർക്ക് നന്നായിട്ട് ചേരുന്ന വ്യക്തികളായിരിക്കും. ക്രിയേറ്റീവ് സൈഡ് വളരെ ഹൈ ആയിട്ട് നിൽക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങളിലായിരിക്കും ഇവർ നിൽക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഐ എം സീയിങ് 4 ഓഫ് കപ്സ് എനർജി. ഇവരൊരു ഈസി ടാർഗറ്റ് അല്ല നിങ്ങൾക്ക്. അതായത് ഇനീഷ്യൽ പാർട്ട് ഓഫ് യുവർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അവരങ്ങനെ ഇങ്ങനെയൊന്നും ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കില്ല. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ മേലെ ഒരു ക്രഷ് തോന്നി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇഷ്ടം തോന്നി, നിങ്ങൾ അവരുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്തു എന്ന് വിചാരിക്കട്ടെ. എന്നാലും അവരിങ്ങനെ ഫുൾ കീറി മുറിച്ച് നിങ്ങളെ കംപ്ലീറ്റ് പഠിക്കാനൊക്കെ ശ്രമിച്ചതിന് ശേഷം മാത്രമേ ഇവരെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അതായത് യൂണിവേഴ്സ് പലതും ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അവരുടെ ലൈഫിൽ അതൊന്നും കാണാതെ അവർ തന്നെ കണ്ണുകെട്ടിയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ. സോ അതേപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടി സാധാരണ ആൾക്കാരെക്കാളും കുറച്ചുകൂടി ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ ഇവർക്ക് നോർമലി എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് തോന്നുള്ളൂ എന്നുള്ളതാണ്. ഇവർക്ക് എല്ലാം കുറച്ച് എക്സ്ട്രാ കിട്ടണം. ഒരു എക്സ്ട്രാ കെയർ, എക്സ്ട്രാ ലവ് ഒക്കെ കിട്ടിയാൽ മാത്രമേ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലുള്ളൊരു വ്യക്തിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ഐ എം സീയിങ് 9 ഓഫ് കപ്സ് എനർജി. പ്രകടിപ്പിക്കുന്ന കാര്യത്തിലും ഇവർക്ക് കുറച്ച് പ്രശ്നമുണ്ട്. നിങ്ങളെ പ്രൊട്ടക്റ്റീവാണ്, എല്ലാ കാര്യങ്ങളാണ്. ഒരു അച്ഛൻ ബിഹേവിയർ തന്നെ. ഇപ്പം നമ്മുടെ വീട്ടിലെ ചില അച്ഛന്മാരൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് അത്ര എക്സ്പ്രസീവ് ഒന്നും ആയിരിക്കില്ല. അവരുടെ അടുത്ത് പിന്നീട് ചോദിക്കുമ്പോഴാണ് പറയുന്നത് എനിക്കതിങ്ങനെ പ്രകടിപ്പിക്കാനൊന്നും അറിയില്ല, സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിലും. ബട്ട് സ്നേഹം ഈസ് എ തിങ്. ഫീലിങ്സ് എന്ന് പറയുന്ന സാധനം തന്നെ എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യന് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് സത്യം. സോ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നതും വളരെ കുറവായിരിക്കും. അപ്പം നിങ്ങൾ ചിലപ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓൾറെഡി നിങ്ങൾ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവാമായിരിക്കാം. ബട്ട് ഇതിലൊരു കംപ്ലീറ്റ് യെസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ള സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടാവാം. ബിക്കോസ് രണ്ട് എനർജി അങ്ങനെയാണ്. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാനും റെഡിയല്ല, അങ്ങോട്ട് പ്രകടിപ്പിക്കാനും റെഡിയല്ല. ആൻഡ് അതിൻ്റെ കൂടെ കാണുന്നത് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. ഒരുപാട് സ്നേഹം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. സെൻസിറ്റീവാണ് ഭയങ്കര. ചെറിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കരയാനും വിഷമിക്കാനും അത് കാലാകാലം ഓർത്തിരിക്കാനും ഗ്രഡ്ജസ് ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യാനും ഒക്കെ സാധ്യതയുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് ഇവിടുത്തെ ഫിസിക്കൽ എന്ന് പറയുന്നത്, ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങൾക്ക് ഏറ്റവും തോന്നുന്നത് എന്ന് പറയുന്നത് ഇവരുടെ എക്സ്പ്രഷൻസ് ആണ്. ഓക്കെ, ഇവരുടെ ചില എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഇവരുടെ
ചില ചിരിയോ അങ്ങനെയുള്ള എക്സ്പ്രസീവ് ആയിട്ടുള്ള ഫേസസ് ആണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. അത് ഇറ്റ്സ് നോട്ട് എ പാർട്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചിലവരുടെ നമ്മളിപ്പോൾ ഒരാളുടെ മുഖത്ത് ഈ ഒരു സാധനം നന്നായിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മൊത്തത്തിലൊരു ഭംഗി ഉണ്ടാവും. അതേപോലെ തന്നെ അവരുടെ ചില എക്സ്പ്രഷൻസ് ലൈക്ക് സ്മൈൽ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്രഷൻസ് വളരെ ക്യൂട്ടായിരിക്കും, വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. സോ ആ ഒരു രീതിയിലാണ് എനിക്ക് ഈ ഒരു വ്യക്തിനെ കാണാൻ പറ്റുന്നത്. അവരുടെ എക്സ്പ്രഷൻസ് ആണ് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. അതേപോലെ തന്നെ അവരുടെ ഇൻ്റലിജൻസും, അവർക്ക് ഭയങ്കര ബുദ്ധിയാണ്, ഭയങ്കര കാര്യങ്ങൾ നിങ്ങളിപ്പം ചിലപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അവർ വലിയ ബുദ്ധിയുള്ള ആൾ നല്ല എന്നൊക്കെ തോന്നുന്നുണ്ടാവുന്നുണ്ടെങ്കിലും അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഇൻ്റലിജൻസ് ഉണ്ട്, നല്ല നിങ്ങളെക്കാട്ടിലും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കുമ്പോഴായിരിക്കും ഓക്കെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് ലൈഫിൽ ആവശ്യമുള്ള ഒരാൾ തന്നെയാണ് എന്ന് തോന്നുന്നത് പിന്നീടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ലവ് ഒറേക്കിൾ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഐ എം സീയിങ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ അൺവാണ്ടഡ് തോട്ട്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2 അത്യാവശ്യം ഓക്കെ ഈസി ആയിട്ട് റിലേഷൻഷിപ്പ് വരുന്ന പോലെ തോന്നും. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ എന്തൊക്കെയോ അൺവാണ്ടഡ് ആയിട്ടുള്ള തോട്ട്സോ ഇമോഷൻസോ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. സോ അതുതന്നെയായിരിക്കും നിങ്ങളുടെ ഈ പാർട്ട്ണറിലും റിഫ്ലക്റ്റ് ആയിട്ട് കാണുന്നുണ്ടാവുക. സോ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്കിങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകളും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാവുമോ എന്നുള്ള കോൺസ്റ്റൻറ്റ് ചിന്തകളും ഒക്കെ ഡിസോൾവ് ചെയ്യാൻ ശ്രമിക്കാം. അതിനെ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾ പുതിയ റൂം ഉണ്ടാക്കുക. അതായത് ഈ ഒരു വ്യക്തിനെ അക്സെപ്റ്റ് ചെയ്യാനും ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് ലവ് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പേസ് നിങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് കാണുന്നത്. അതേപോലെ എനിക്ക് കാണുന്നത് ആക്സെപ്റ്റൻസ് ഇസ് എ കീ ഇൻ എ പീസ് എന്നുള്ളതാണ്. ചിലപ്പം ഈ ഒരു വ്യക്തിയുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറ്റ് ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. ആദ്യം ഇതൊന്നും ശരിയാവില്ല അല്ലെങ്കിൽ ഇതൊന്നും ശരിയായിട്ട് മുന്നോട്ടേക്ക് പോവില്ല എന്നൊക്കെ ഫസ്റ്റ് തോട്ടിൽ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ പിന്നീട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക ഇതൊക്കെ നോർമലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ആൻഡ് നമുക്കിത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റും എന്നുള്ളത് പിന്നീടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. നിങ്ങൾക്ക് എല്ലാവരും ചേഞ്ച് ചെയ്തോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തിട്ടോ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു ഐഡിയയും നിങ്ങൾക്ക് അതിനോടൊപ്പം കിട്ടും എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു വ്യക്തിയാണ്. അത്രക്കൊരു ഈസി പ്രോസസ്സല്ല നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സ്പൗസിനെ കണ്ടെത്തുക എന്നുള്ളത് പൈൽ നമ്പർ 3. ബട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അത്രയും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളതും അത്രയും സേഫ് ആയിട്ടുള്ളതും ഒരു സ്പേസ് ഒരുക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുക. സോ ദേ ആർ വെരി ഹാർഡ് ടു ഫൈൻഡ് ബട്ട് ദേ ആർ വെരി പ്രഷ്യസ് ടു കീപ്പ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതേപോലെ തന്നെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അതിൻ്റെ റേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസ് അപ്ലോഡ് ആകും എത്രയും പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.